ആദരണീയരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട MP-യും MLA-മാരും KPCC-യുടെ ഭാരവാഹികളും DCC-യുടെ ഭാരവാഹികളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും UDF-ന്റെയും നേതാക്കന്മാരും അടക്കമുള്ള സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് കോതമംഗലത്ത് ഇതുപോലെ ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും കടന്നു വരേണ്ടത് എന്ന് ഇടയായത് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട 2 MLA-മാർ, പ്രിയമുള്ള ഡോക്ടർ മാത്യു കുഴങ്ങാടനും പ്രിയമുള്ള ശ്രീ എൽദോസ് കൊല്ലപ്പള്ളി MLA-യും പ്രിയപ്പെട്ട ശ്രീ ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ UDF-ന്റെ ജില്ലാ കമ്മിറ്റി ചെയർമാൻ DCC പ്രസിഡന്റ് പ്രിയപ്പെട്ട മുഹമ്മദ് ഷിയാസ്, നമ്മുടെ പ്രിയപ്പെട്ട ആശുപത്രികളുടെ പന്നിയടക്കം വളരെ പ്രമുഖരായ നേതാക്കൾ മുന്നിൽ വന്ന് ഇവിടെ പ്രശ്നങ്ങൾ ശാന്തമാക്കുവാനും ആ പാവപ്പെട്ട കുടുംബത്തിൽ നീതി കൊടുക്കുവാനും വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയപ്പോൾ അങ്ങനെ ഇടപെടുന്നുകൊണ്ട് നടത്തിയ സ്വേച്ഛാധിപത്യപരമായ ഗുണ്ടായിസും നിയമത്തിന്റെ ഏറ്റവും നീണ്ടമായ മറ്റൊരു മുഖം നിങ്ങൾ കോതമംഗലത്ത് കാണുവാനിടയായ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ P. സാറിന്റെ പേരിലും ഐക്യജനാധിപത്യങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ പേരിലും സമയ രംഗത്തേക്ക് കടന്നു വന്ന എല്ലാ നേതാക്കളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യും. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശനടക്കമുള്ള നേതാക്കൾ എല്ലാവരെയും സംസാരിക്കാൻ പോവുകയാണ്. ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിർന്നില്ല. നിയമസഭയിൽ ശക്തമായ പ്രതിഷേധമാണ്. ഇവിടെ നിയമസഭയിൽ പ്രിയപ്പെട്ട MLA-മാരെല്ലാം ഇവിടെ സന്നിഹിതരാണ്. ശ്രീ എൽദോസ് കൊല്ലപ്പള്ളിയും ഡോക്ടർ മാത്യു കുഴങ്ങാടനും സമരമുഖത്ത് നിൽക്കുന്നത് ഈ സാഹചര്യം മുഴുവൻ നിയമസഭയിൽ അവർ ശക്തമായി പ്രതിഫലിപ്പിച്ചതിനു ശേഷമാണ്. പ്രിയപ്പെട്ട ജോൺ MLA, പ്രിയപ്പെട്ട തോമസ് MLA, ശ്രീ സാദത്ത് MLA, MLA-മാർ എല്ലാവരും പാർലമെന്റിൽ പ്രിയങ്കരമായ ഡീൻ കുര്യാക്കോസ് MP വളരെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ വിഭിന്നമായ കാട്ടാനയുടെ ബന്ധവും കാട്ടുപുറത്തിന്റെ ബന്ധവും ഇതൊക്കെ തുടർച്ചയായി സംഭവിച്ചപ്പോൾ പാർലമെന്റിലും നിയമസഭയിലും എല്ലാം നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സുരക്ഷിതത്വത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചുള്ള ഇടപെടലുകൾ നടത്തിയത് നിരവധി പ്രാവശ്യമാണ്. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥ ഇപ്പോഴും യാതൊരുവിധ സുരക്ഷിതത്വമില്ലാതെ നമ്മുടെ പല മേഖലകളിലുള്ള കുടുംബങ്ങൾ മുഴുവൻ കഴിഞ്ഞുകൊള്ളുകയാണ്. ഡീൻ കുര്യാക്കോസ് MP ശല്യപ്പിക്കുകയും നടത്തിയതിനെ സൂചിപ്പിക്കുകയായിരുന്നു. ഓരോ ദിവസവും നേരം കഴിയുമ്പോഴും രാത്രിയും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും കിടന്നിറങ്ങുന്നത് നമ്മുടെ നാട്ടിൽ ആർക്കാണെങ്കിൽ ഇന്ന് വിഷമുണ്ടാവുന്നു, ഒരു പ്രയാസമുണ്ടാവുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി. ഐക്യജനാധിപത്യത്തിന് ഇന്നൊരു മനസ്സോടെയാണ് നിൽക്കുന്നതെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്നു. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി കിടന്നുറങ്ങുന്നതും ഭരിക്കുന്നതും ആരെ ചവിട്ടിക്കൊണ്ടാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല, ആരെയും കൊല്ലാൻ മടിയില്ലാത്ത ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് മനസ്സാക്ഷി മരവിച്ച ഇടതുപക്ഷ സർക്കാരിന് ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവരിങ്ങനെ ഓടുന്നത്. ഇന്ന് കാട്ടാനയുടെ ചവിട്ടേറ്റാണ് പാവപ്പെട്ട മനുഷ്യൻ നിൽക്കുന്നതെങ്കിൽ നിഷ്ഠൂരമായ കൊലപാതകത്തിന് DYFI-യും SFI-യും എന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ നീതമുള്ള കൊലപാതകങ്ങൾ മറുഭാഗത്ത് നടക്കുകയാണ്. മനുഷ്യന്റെ നേതൃത്വത്തിൽ, മൃഗങ്ങളുടെ നേതൃത്വത്തിൽ 2 കൊലപാതകങ്ങൾക്കും ഇന്ന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഈ കേരളം കൊണ്ട് ഏറ്റവും ജനവിരുദ്ധമായ മനുഷ്യദ്രഹിതമായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റായി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കോതമംഗലം MLA-യുടെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഇന്ന് അധപ്പതിച്ചിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ജനരോഷമാണ് ഇവിടെ കത്തിപ്പെടുന്നത്. ഇത് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് ആ നിലയിൽ അവസാനിക്കുന്ന സമരമായിരിക്കില്ല എന്ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഓർമ്മിപ്പിക്കാൻ അടിച്ചമർത്താൻ ശ്രമിക്കും തോറും നിശക്തമായി ഇത് കത്തിപ്പെടുകയും ആ സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇന്നത്തെ കൃഷിക്കാർക്കും സാധാരണക്കാരായ മനുഷ്യർക്കും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ പാതയിൽ വളരെ ശക്തമായ പ്രകടനത്തിൽ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട MLA-മാരെ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാ നേതാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാം. ഇത് നിയമസഭ നടക്കുന്ന സമയത്ത് ഇതുപോലെ ഗുരുതരമായ പ്രശ്നങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലുണ്ടായി. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ശക്തമായ വിഷയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. അപ്പോൾ നിയമസഭയിൽ കഴിഞ്ഞ 27-ാം തീയതി ബഹുമാന്യനായ വനംവകുപ്പ് മന്ത്രി ഈ പ്രശ്നങ്ങളുടെ
ഉയർത്തി ആ ഉന്നത യോഗത്തിലെടുത്ത ഒരു തീരുമാനം പോലും ഇതുവരെ നടപ്പാക്കാൻ കേരളത്തിലെ LDF ഗവൺമെന്റിന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ഗുരുതരമായ സ്ഥിതിവിശേഷം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവും ഇതുപോലെ ശ്രമിച്ചുകൊണ്ട് ഭരണം നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? അഴിമതിക്ക് വേണ്ടി, ഭരണരംഗത്ത് നിരവധിയായ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം ജനങ്ങളെ ഈ ഭരണം തീരുമാനങ്ങൾ പോലും വരുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് തീർച്ചയായും അതിശക്തമായ പ്രതിഷേധം ഇനിയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അത് പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ജനങ്ങൾക്ക് വേണ്ടി സമയോചിതമായി ഇടപെട്ടുകൊണ്ട് നടത്തിയ ഈ പ്രതിഷേധ സമരജ്വാലയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ 2 MLA-മാരും പ്രിയമുള്ള ഡോക്ടർ മാത്യു കുഴൽനാടനും ശ്രീ മാത്യു കുന്നപ്പള്ളി നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രിയങ്കരനായ ഇടുക്കിയുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ള ജനനായകന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ ഉജ്ജ്വലമായ സമരത്തിൽ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള നേതാക്കന്മാരുടെ നേരെ പോലീസ് ഇന്നലെ നടത്തിയ അഴിഞ്ഞാട്ടം, പോലീസ് ഓർത്തത് ഇവിടെ വന്ന് രാത്രിയിൽ ഇവർ 2 പേരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്താൽ എല്ലാം അവസാനിപ്പിച്ച് അവർക്ക് ഇവിടെ നിന്ന് എല്ലാം ശാന്തമാക്കി പോകാം എന്നാണ് അവർ വിചാരിച്ചത്. പാവപ്പെട്ട പോലീസുകാരൻ, നിങ്ങൾ ഓർത്തിരിക്കണം, ഏതാനും മാസങ്ങൾ കൂടി മാത്രമാണ് പിണറായി വിജയന്റെ സംരക്ഷണത്തിൽ ഈ കൊള്ളരുതായ്മ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അത് കഴിയുമ്പോൾ മുഹമ്മദ് ഷിയാസും മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളിയും റോജി M. ജോണും ഉമ്മ തോമസും പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസും അൻവർ സാദത്തും ഉൾപ്പെടെയുള്ള MLA-മാരും ഈ MLA-മാരായി വരാൻ പോകുന്നവരും ഒക്കെ ചേർന്നുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നിന്നെയൊക്കെ പാഠം പഠിപ്പിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാളെ ഈ ഗുണ്ടായിസം പോലീസ് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു ജനതയുടെ മുന്നേറ്റം ഉണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട കർഷക കുടുംബങ്ങൾക്ക് നീതി കിട്ടുന്നതുവരെ പോരാട്ടം തുടരാൻ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കി നിൽക്കുന്നു. നമസ്കാരം. ബഹുമാനായ കേരള കോൺഗ്രസിന്റെ നേതാവും മുന്നോട്ട് കോട്ടയത്തിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ ഫ്രാൻസിസ് നമ്മളോട് അഭിസംബോധന ചെയ്തു. സമ്മേളന അധ്യക്ഷൻ പ്രിയങ്കരനായ DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്,